ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാർ ഇന്ത്യയിലേക്ക് വരുന്നു. നേരത്തെ ഈ കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് മസ്ക് ശ്രമിച്ചപ്പോൾ മോദി പറഞ്ഞു ഇന്ത്യയിൽ ഇറക്കുമതിക്ക് എത്രയാണ് ടാക്സ്, അതുപോലുള്ള ടാക്സ് ഒക്കെ തന്നാൽ ഓക്കെ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു ഇളവിനൊന്നും തയ്യാറായില്ല. അത് മസ്കിനൊരു ക്ഷീണമായി. ഇപ്പോൾ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമായിട്ടും മോദിയോട് പറയുന്നത് ഈ മസ്കിൻ്റെ ഒരു ഡ്രീമാണ് ഇന്ത്യയിൽ ടെസ്ല കാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നുള്ള BDY എന്ന് പറഞ്ഞിട്ടൊരു കാറുണ്ട്, അതുപോലെ തന്നെ ഹുണ്ടായി, അതുപോലെ തന്നെ കൊറിയൻ കമ്പനിയുടെ കിയ, ഇതൊക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടം ഇന്ത്യക്കുണ്ട്, കുറേ പേർക്ക് തൊഴിലും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് മറ്റൊരു രാജ്യത്ത് നിർമ്മിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നേട്ടം നമുക്കില്ല. ഇപ്പോൾ ടെസ്ല പറയുന്നത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ആരംഭിക്കാനുള്ള ചില സൂചനകളാണ്. ഒപ്പം ടാറ്റ എന്ന് പറയുന്ന പ്രധാന എതിരാളികളിൽ നിന്ന് കുറച്ച് ആളുകളെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള തീരുമാനം നടക്കുന്നു. അപ്പോൾ ശരിക്കും മോദിക്ക് വേണ്ടി അല്ല, ട്രംപിന് വേണ്ടിയിട്ട് മോദി ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ്, അങ്ങനെയാണോ പറയുക? അതൊരു നല്ല കാര്യമല്ല ചെയ്തത്. ഈ ട്രംപിൻ്റെ അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുന്നതാണ്. ഒന്നാമത് അമേരിക്കയെ ബേസിക്കലി വിശ്വസിക്കാൻ പറ്റില്ല. 4 വർഷത്തേക്കാണ് ട്രംപ് പ്രസിഡൻറ്റ്. ഇനി ഒരിക്കൽ ട്രംപിന് പ്രസിഡൻ്റ് ആവാനും പറ്റില്ല. ജൂനിയർ ട്രംപിന് പറ്റും, ട്രംപിൻ്റെ മകന് പറ്റും, പക്ഷെ ഈ ട്രംപിന്, ഡൊണാൾഡ് ട്രംപിന് പറ്റില്ല. ഡൊണാൾഡ് ട്രംപ് എത്രയോ കരാറുകൾ ക്യാൻസൽ ചെയ്തു, എത്രയോ കരാറുകൾ റിവൈവ് ചെയ്തു ജോ ബൈഡൻ. ഈ രാജ്യം, കൺട്രി ഈസ് എ കണ്ടിന്യൂവേഷൻ, ഇറ്റ് ഹാസ് ടു ബി എ കണ്ടിന്യൂവേഷൻ. സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മാറിമറിഞ്ഞവരും, ബട്ട് സർക്കാർ ഒപ്പിട്ട കരാറുകൾ അത് നിലനിൽക്കണം. ആ ഒരു സ്വഭാവം അമേരിക്കയ്ക്കില്ല. അവർ പ്രസിഡൻറ്റ് മാറുമ്പോൾ കരാർ റദ്ദാക്കുന്ന ടീമാണ്. ഇപ്പം നെതന്യാഹുവിന് 2000 പൗണ്ട് ബോംബ് കൊടുക്കാം എന്ന് പറഞ്ഞ് ജോ ബൈഡൻ കാശ് വാങ്ങിച്ചിട്ട് ബോംബ് കൊടുത്തില്ല. ഈ യുദ്ധം നടക്കുമ്പോഴാണ്, ഹമാസ് നടക്കുമ്പോഴാണ്. നെതന്യാഹു ചോദിച്ചു, ഇതെന്ത് മര്യാദയാണ് ചേട്ടാ, ഞാൻ കാശ് തന്നതല്ലേ എന്ന്. അല്ലല്ല, അത് നീ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് സിവിലിയൻസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഞാൻ തരില്ല. കാശ് കൊടുത്തതാ. ട്രംപ് വന്നു. ട്രംപ് എന്ത് ചെയ്തു? ആ ബോംബ് അങ്ങ് കൊടുക്കടൂ, പൈസ വാങ്ങിച്ചതല്ലേ, ബോംബ് കൊടുത്തു. ഇതാണ് അമേരിക്ക. ഒരാൾ കൊടുക്കില്ല എന്ന് പറയും, മറ്റേ ആൾ കൊടുക്കാമെന്ന് പറയും. കാശ് വാങ്ങി വെച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. തെമ്മാടി. അല്ലെങ്കിൽ ജോ ബൈഡൻ പറയണം, ബോംബ് ഇപ്പോൾ തരാൻ പറ്റില്ല, അത് ആ കാശ് തിരിച്ചു പിടിച്ച് എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. ഇത് കാശും കൊടുക്കില്ല, ബോംബും കൊടുക്കില്ല. ദിസ് ഈസ് അമേരിക്ക. വാക്ക് വ്യത്യാസം നടത്താൻ അവർക്കൊരു മടിയുമില്ല. അവർക്ക് അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. ഈ ടെസ്ല ഇതുവരെ വരാഞ്ഞത് എന്തുകൊണ്ടാണ്? നിതിൻ ഗഡ്കരി ഈ ചോദ്യം പലതവണ പത്രക്കാർ ചോദിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ടെസ്ലയ്ക്ക് സ്വാഗതം, പക്ഷേ ഇന്ത്യയിലുണ്ടാക്കി ഇവിടെ വിറ്റോളണം, മാനുഫാക്ചറിങ് വേണം. അല്ല, അത് ഫിനിഷ്ഡ് കാർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി ചെയ്യാൻ പറ്റില്ല. അതിന് വെരി ഹൈ ഡ്യൂട്ടിയാണ് ഫിനിഷ്ഡ് കാർ കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ അതൊന്നും വലിയ പണക്കാർ വേണമെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കുറച്ച് കാറുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളതല്ലാതെ സാധാരണ ജനങ്ങൾ വാങ്ങില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് പുറകോട്ട് പോയത് നന്നായി എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പിന്നാലെ ഇനി അതിൻ്റെ മാനുഫാക്ചറിങ് കൂടെ വരും എന്നൊക്കെ പറയുന്നു. ഓക്കെ, വന്നാൽ നല്ലത്. ബട്ട് വന്നില്ലെങ്കിൽ, കാരണം അമേരിക്കക്കാരൻ വാക്ക് പാലിക്കുന്നവനല്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞ ഒരു മൂല്യം അമേരിക്കയ്ക്ക് ആസ് എ നേഷൻ അവർക്കില്ല. വാക്ക് തെറ്റിച്ച പാരമ്പര്യമാണ് അവർക്ക് ഏറ്റവും അധികം ഉള്ളത്. നെവർ ബിലീവ് അമേരിക്ക. ഇത് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടു ബി ആൻ എനിമി ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ്. അമേരിക്കയുടെ ശത്രുവാകുന്നത് അപകടകരമാണ്. ബട്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് അമേരിക്ക ഈസ് ഫെയ്റ്റൽ. അമേരിക്കയുടെ സുഹൃത്തായിരിക്കുന്നത് മാരകമാണ്. എനിമി പിന്നെയും അപകടമാണത്. ഇത് മാരകമാണ്, നിങ്ങൾ ചാവും എന്നുള്ളത് ഉറപ്പാണ് സുഹൃത്തായിരിക്കുകയെന്ന്. യു മസ്റ്റ് ബി വെരി കെയർഫുൾ വിത്ത് അമേരിക്ക. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവർക്ക് അവർക്ക് അവരുടെ കാറ് എങ്ങനെയെങ്കിലും ടെസ്ല, എലോൺ മസ്കിൻ്റെ ഒരു പൊങ്ങച്ചം, ഞാൻ അവിടെയും കാറ് വിറ്റാലും ഇന്ത്യയിൽ എന്താ കാറില്ല എന്നിട്ടാണോ? അപ്പോൾ അയാളുടെ ഒരു പൊങ്ങച്ചം.
അതിന് നമ്മൾ നിന്ന് കൊടുക്കരുതായിരുന്നു. അയാളുടെ ഇപ്പം പറയുക, ഓക്കെ യു ഡിസൈഡ്, നിങ്ങൾക്ക് എന്നാണ് മാനുഫാക്ചറിങ് തുടങ്ങാൻ പറ്റുന്നത്, ഞങ്ങളെല്ലാ സൗകര്യവും നിങ്ങൾക്ക് തരാം, നിങ്ങൾ വാ മാനുഫാക്ചറിങ് തുടങ്ങ്, ഓക്കെ ഡൺ. അങ്ങനെ ചെയ്യുക. അല്ലാതെ ഞാൻ മാനുഫാക്ചറിങ് തുടങ്ങാൻ ആലോചിക്കുന്നു, തൽക്കാലം ഞാനിത് കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ അത് തൽക്കാലം വേണ്ട. നമ്മളിപ്പോൾ ഇറാൻ്റെ ചാബഹാർ പോർട്ട് പാട്ടത്തിനെടുത്തിട്ടുണ്ട്. നമ്മൾ $120 മില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും കുറേ പൈസയൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അവിടെ കുറച്ച് സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദമൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ ഒന്ന് പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളത് വിട്ടുതരാം, പകരം ഈ ട്രംപും മസ്കും കൂടെ ഈ കാറിൻ്റെ കാര്യത്തിൽ, അല്ലെ ടെസ്ല കാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിടിക്കുന്ന കടുംപിടുത്തം ഒന്ന് വിട്ടുകൊടുക്കണം. മാത്രമല്ല USAIഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉൾപ്പെടെ ഒരുപാട് പൈസയൊക്കെ ചിലവഴിച്ചവരുണ്ട്. അതിനെല്ലാം തന്നെ നിർത്തിയിട്ട് USAIഡ് തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഗുണകരമായ ചില കാര്യങ്ങളും ട്രംപും മോദിയും ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ ഒന്ന് സഹകരിച്ചാൽ? ഈ ഒരു മനോഭാവത്തിൽ തെറ്റാണ്. അതെ, ഈ USAIഡ് അവർ നിർത്തിയത് ഇന്ത്യയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡോജാണ്, എലോൺ മസ്കിൻ്റെ DOG, ഡോജ്, അവരാണ് ഈ കണക്ക് കണ്ടുപിടിച്ചിട്ട് ഈ സഹായങ്ങളെല്ലാം USAIഡ് നമ്മുടെ മാത്രമല്ല നിർത്തിയത്, ലോകം മുഴുവൻ നിർത്തിയില്ലേ. ഈ നിർത്തിയതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുകയും നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഈ അട്ടിമറിക്കാരുടെ ഫൈനാൻസിങ് നിന്നു. നമുക്കെന്തായിരുന്നു ആ ഫൈനാൻസിങ് നിർത്തിയാൽ? നമുക്കറിയാം ഈ വരുന്ന കാശ് നേരായ മാർഗത്തിനല്ല ഉപയോഗിക്കുന്നത്. Therefore we are stopping it. നമ്മൾ ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണ്. 45,000 NGOയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്താണ് രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ. ഇപ്പോൾ അമിത്ഷാ ആണല്ലോ. ആദ്യം തുടക്കത്തിൽ രാജ്നാഥ് സിംഗ് ആയിരുന്നു. 45,000 NGOs ഒരു ദയമില്ലാതെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ഗ്രീൻ പീസിനെ പറഞ്ഞു വിട്ടു, ആംനസ്റ്റി ഇൻ്റർനാഷണലെ പറഞ്ഞു വിട്ടു. USAIഡ് കട്ട് ചെയ്യാൻ എന്താ നമ്മൾ? അത് ഡോജ് വന്ന്, എലോൺ മസ്ക് വന്ന്, അയാൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് പകരം നമുക്കിവിടെ കട്ട് ചെയ്യല്ല. നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? അപ്പോൾ അതൊരു ന്യായമല്ല. അത് അയാൾ ചെയ്തു, അതിന് പ്രത്യുപകാരമായിട്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ന്യായം എനിക്ക് കൊമേഴ്ഷ്യലി എനിക്കത് ദഹിക്കുന്നില്ല. അതുപോലെ ചാബഹാർ എയർപോർട്ട്, ചാബഹാർ തുറമുഖത്തിൽ എന്ത് ചെയ്യുമെന്നാണ് അമേരിക്കയ്ക്ക് ലിമിറ്റഡ് കാര്യങ്ങളെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്താമല്ലോ. അതിപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. ഇറാന് മേലില്ലാത്ത ഉപരോധം വല്ലതും ഉണ്ടോ? അമേരിക്ക ഏതെല്ലാം രീതിയിൽ ഇറാനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. ഈ ആകെ അവർക്ക് ഓക്സിജൻ സപ്ലൈ നിർത്താൻ പറ്റുന്നില്ല, അത് അവരുടെ കയ്യിലല്ല. അതുകൊണ്ട് അത് കയ്യിൽ കിട്ടിയാൽ എങ്ങനെയെങ്കിലും ആകാശത്തു നിന്ന് ഓക്സിജൻ ഇറാനിലേക്ക് പോകാതിരിക്കാൻ വല്ല മാർഗമുണ്ടെങ്കിൽ അവരത് തടയും. ദിസ് ഈസ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരുടെ ചട്ടമ്പിത്തരത്തിന് നിന്നു കൊടുക്കേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല. നമുക്ക് ട്രേഡ് ഡെഫിസിറ്റാണ് ഇപ്പോഴും. അമേരിക്ക ഇങ്ങോട്ടാണ് ട്രേഡ് നോക്കിയാൽ കാശ് തരാനുള്ളത്. 3.12% കൂടുതലാണ് നമ്മളാണ് കൂടുതൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അരി നിർത്തി, അരിയുടെ എക്സ്പോർട്ട് നിർത്തി. അമേരിക്കയിൽ വലിയ നിലവിളിയും ബഹളമൊക്കെ ആയി. ഇത് നമ്മളുടെ ബസ്മതി റൈസെങ്കിലും അമേരിക്കയിലേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ബസ്മതി റൈസ് മാത്രം കയറ്റി വിടാൻ, ബാക്കിയുള്ള റൈസ് പറ്റില്ല എന്ന്. കാരണം നമുക്കിവിടെ ആഭ്യന്തര വിപണിയിലെ പ്രശ്നം നമുക്ക് ആവശ്യമുണ്ട്. ബട്ട് എമർജൻസിയാണ് അവർക്ക് ഇപ്പോൾ ഇല്ലാത്ത പ്രയാസം, അതുകൊണ്ട് ബസ്മതി മാത്രം കയറ്റി വിടുക. ഇപ്പോൾ ഇങ്ങനെ നമ്മളെ സ്വയം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യയുടെ US എന്ന് പറയുന്നത്. അവരെ പിണക്കുക എന്ന് പറയുന്നത് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അത്ര നല്ലതാവും. അപ്പം അവരെ പിണക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അവരുടെ ടേംസിലെല്ലാം ഒപ്പുവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവർ പിണങ്ങാനും പോകുന്നില്ല. ഇതൊക്കെ ഒരു കളിയല്ലേ. ആ കളിയിൽ നമ്മളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രംപ് തന്നെ മസ്കിനോട് പറയും, എടാ അത് നടക്കില്ല കേട്ടോ, കാരണവർ സമ്മതിക്കണില്ല, കാരണവർ ഭയങ്കര ടഫാണ്, രക്ഷയില്ല. ഈ കാരണവരുടെ തനി ഗുജറാത്തി സ്വഭാവം പുറത്തെടുത്തു കഴിഞ്ഞാൽ ട്രംപിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. ഗുജറാത്തിയുടെ അത്രയും സ്മാർട്ടൊന്നും അല്ല അമേരിക്കക്കാരൻ ബിസിനസ്സിൽ. അപ്പോൾ നമ്മുടെ ബാർഗെയിൻ കപ്പാസിറ്റിയെ നമ്മൾ US-ന് മുമ്പിൽ അടിയറവ് വെച്ചു എന്നാണ് പറയുന്നത്. അടിയറവ് വെച്ചു എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ബട്ട് ദാറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ നെഗോഷിയേറ്റഡ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ദെൻ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് വിസ്ഡം, നമുക്കറിയില്ല ഇതിൻ്റെ കർട്ടന് പിന്നിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. കാരണം
വെറുതെ അങ്ങോട്ട് മോദി ഓക്കെ എന്ന് പറയില്ല. വേറൊരു ഡീല് അതിൻ്റെ പുറകിലുണ്ടാവും. അത് താമസിയാതെ പുറത്തു വരും. അത് F-35 ആകാം. ഈ F-35ൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ F-35ന് എത്രയാ 80 to 110 മില്യനാണ്. $1 billion. ആ 110 മില്യന് F-35ൻ്റെ ഒരു സ്കെലിറ്റനാണ് അവർ തറങ്ങുക. ആകാശത്ത് പറക്കുന്ന ഒരു യന്ത്രം തരും. ബാക്കി ഓരോ സാധനത്തിനും വേറെ കാശ് കൊടുക്കണം. അത് മിസൈലും ബോംബറിനും. പിന്നെ ഫൈനലി ഈ ഒരു പീസ് വരുമ്പോൾ 220 നേരെ ഇരട്ടിയാകുമെന്ന് വെച്ചോ, 220 മില്യൺ ആകും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ബാർഗെയിൻ ചെയ്യാൻ ചേട്ടൻ തയ്യാറാണോ? ശരി, അത് നോക്കാം. ഇപ്പോൾ ഈ 110 മില്യൺ എന്നുള്ളത് ഞാൻ മാക്സിമം ഒരു 120 തരുള്ളൂ. ബട്ട് എനിക്ക് ഫുൾ ഫ്ലെഡ്ജ് സാധനം തരണം. അത് തരാം. പക്ഷേ അവൻ വലിയ ബഹളം, അവൻ്റെ ടെസ്ല കാറൊന്ന് ഇറക്കിക്കോട്ടെ. ഇതൊക്കെ ഈ വാക്കുകളിലാണ് കേട്ടോ. ഇപ്പോൾ ടെസ്ല വരുന്നു എന്ന് പറഞ്ഞ് 13 പേരെ അവർ റിക്രൂട്ട് ചെയ്തു. 13 പേരെ കൊണ്ടല്ലേ അയാൾ ടെസ്ല ഓടിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒരു സിഗ്നൽസാണ്. നത്തിങ് കോൺക്രീറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. അങ്ങനെ ഒരു കരാർ എഴുതുകയോ അയാളുടെ കാറ് വരട്ടെ എന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിവേ വി ആർ മൂവിങ് ടുവേഴ്സ് ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതിനകത്ത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നി അത്രയ്ക്ക് അങ്ങ് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നിയെന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.